നെക്സ്റ്റ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ ഒരു കൊറോളറിയാണ്. അത് പറയുന്നത് ഇതാണ്: ഇഫ് എസ് ഇസ് ദ സെറ്റ് 1/n such that n belongs to capital N, then infimum of s is equal to 0. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കലുകളുടെ സെറ്റ്, അതിന്റെ ഇൻഫിമം 0 ആയിരിക്കും. അതായത് റിയൽ ലൈനിൽ ഈ സെറ്റിലെ ഇലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. 1, 2, 3 എക്സെട്ര ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പറിലെ ഓരോ ഇലമെന്റ് ആയിട്ട് എന്നിന് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്നിന് 1 വരുമ്പോൾ നമുക്ക് ആദ്യം 1 എന്ന് വരും. 1/1 ദാറ്റ് ഈസ് 1. പിന്നെ വരുന്നത് 1/2. 3 ഇട്ട് കൊടുക്കുമ്പോൾ 1/3 എക്സെട്ര. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഇത് 0യിലോട്ട് അടുക്കുന്നതായിട്ട് തോന്നും. പക്ഷെ 0യ്ക്ക് താഴെ വരികയില്ല. കാരണം നമുക്കറിയാം n എന്ന് പറയുന്നതെല്ലാം തന്നെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾ ദ റെസിപ്രോക്കൽസ് ആർ ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് എസിലെ എലിമെന്റ്സ് ഒന്നും തന്നെ 0യ്ക്ക് താഴെ പോകുകയില്ല. അപ്പോൾ ഈ കൊറോളറി പറയുന്ന ഇതാണ്: ഈ സെറ്റിലെ എലിമെന്റ്സിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് 0 ഇസ് ദ ഇൻഫിമം ഓഫ് ദിസ് സെറ്റ്. പക്ഷെ നമ്മളിത് തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ പ്രൂഫ്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം എസ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. ദാറ്റ് ഈസ് എസ് ഇസ് നോട്ട് ഈക്വൽ ടു 5. കൂടാതെ നമുക്കറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. സോ n ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. സോ അതിന്റെ റെസിപ്രോക്കൽ ആയ 1/n ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് n ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ n ബിലോങ്സ് ടു n implies 1/n ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. അതായത് ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഏത് 1/n എടുത്താലും 1/n ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ഏത് 1/n എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഈ 1/nന്റെ സെറ്റ് എന്ന് പറയുന്നത് s ആണ്. അതായത് എസിലെ ഏത് 1/n എടുത്താലും ആ 1/n ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് കിട്ടി. അതായത് 0 ഇസ് എ ലോവർ ബൗണ്ട് ഓഫ് s എന്ന് പറയും. ദാറ്റ് മീൻസ് s ഇസ് ബൗണ്ടഡ് ബിലോ ബൈ 0. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് s എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള ലോവർ ബൗണ്ട് ഉള്ള റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം s ഹാസ് ആൻ ഇൻഫിമം. സേ w, ദാറ്റ് മീൻസ് w ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് s. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു എസിലെ എല്ലാ ഇലമെന്റ്സുകളും ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത്. അതുകൊണ്ട് ക്ലിയർ ആയിട്ടും ഇൻഫിമം ഓഫ് എസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ വി ക്യാൻ സേ w is greater than or equal to 0. അതായത് since all the elements of s are greater than 0, the greatest lower bound of s, that is the infimum of s, is greater than or equal to 0. That is w greater than or equal to 0. നമ്മൾ നേരത്തെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ച് പറഞ്ഞിരുന്നു, ഏതൊരു റിയൽ നമ്പർ x എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ nx കണ്ടുപിടിക്കാൻ പറ്റും such that x is less than nx. അതുകൊണ്ട് ഞാനൊരു പർട്ടിക്കുലർ റിയൽ നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/എപ്സിലോണും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കൂടാതെ 1/എപ്സിലോണും ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ 1/എപ്സിലോൺ എന്ന റിയൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം there exists a natural number n such that 1/എപ്സിലോൺ is less than n. അതായത് ഇവിടെ എക്സിന്റെ പ്ലേസിൽ എന്ത് വന്നേ ഉള്ളൂ? 1/എപ്സിലോൺ വന്നേ ഉള്ളൂ. ഓർ നമുക്കിങ്ങനെ പറയാം ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അതായത് ഏത് പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും നമുക്കറിയാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/എപ്സിലോൺ പോസിറ്റീവ് ആയിരിക്കും. അത് നമ്മൾ എഴുതുന്നില്ല, പകരം ബാക്കി എഴുതുന്നു there exists a natural number n such that 1/എപ്സിലോൺ less than n. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ. സോ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, by Archimedean property we can say that there exists a natural number n such that 1/epsilon less than n. Next corollary, that is if t greater than 0, there exists a natural number nt such that 0 less than 1/nt less than t. അതായത് ഏതൊരു പോസിറ്റീവ് t എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു nt നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ 1/nt lies in between 0 and t. അതായത് 0യ്ക്കും tക്കും ഇടയിൽ 1/nt വരുന്നത് മാതിരി ഒരു നാച്ചുറൽ നമ്പർ nt നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് tക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് അവിടെ സഫിക്സ് ആയിട്ട് t ഇട്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കൊറോളറിയിൽ കണ്ടായിരുന്നു ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ 1/n such that n belongs to n is equal to 0. കൂടാതെ ഇവിടെ തന്നിട്ടുണ്ട് t ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സെറ്റിന്റെ ലോവർ ബൗണ്ട് ആകില്ല t. കാരണം t എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്.
ഈ സെറ്റിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0യുമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ടി ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് 1/n such that n belongs to n. അതായത് ഇൻഫിമത്തിനെക്കാട്ടിലും വലുതായിട്ട് ഒരു കാരണവശാലും ഒരു ലോവർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ട് ടി ഒരു കാരണവശാലും ഈ സെറ്റിന്റെ ലോവർ ബൗണ്ട് ആകുകയില്ല. ടി ഈ ഒരു സെറ്റിന്റെ ലോവർ ബൗണ്ട് ആകാത്തത് കൊണ്ട് ടിയെക്കാട്ടിലും ചെറുതായിട്ട് ഈ സെറ്റിലെ ഒരു എലിമെന്റ് കാണും. അതായത് there exists an element in this set. ആ എലിമെന്റിനെ നമുക്ക് 1/nt എടുക്കാം. such that 0 less than 1/nt less than t. ഇവിടെ 0 less than 1/nt എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഈ സെറ്റിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് 0യെക്കാട്ടിലും വലുതായിരിക്കും ആ സെറ്റിലെ ഇലമെന്റ് ആയ 1/nt. സോ 0 less than 1/nt. പിന്നെ അടുത്ത ഇൻഇക്വാളിറ്റി വന്നത് ടി എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ ലോവർ ബൗണ്ട് അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു 1/nt എങ്കിലും ടിയെക്കാട്ടിലും ചെറുതായിട്ട് ആ സെറ്റിൽ കാണും. ഹെൻസ് ദ റിസൾട്ട്. നെക്സ്റ്റ് കൊറോളറി, if y greater than 0, there exists a natural number ny such that ny minus 1 less than or equal to y less than ny. അതായത് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ y എടുത്താലും ആ yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ny എന്നൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ആ nyക്കും ny മൈനസ് 1നും ഇടയിലായിരിക്കണം y വരുന്നത്. ഈ y വേണമെങ്കിൽ ny മൈനസ് 1നോടും ഈക്വൽ ആകാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു നാച്ചുറൽ നമ്പർ ny എക്സിസ്റ്റ് ചെയ്യും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും അത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇടയിലായിരിക്കും. നമുക്കിനി ഇതൊന്ന് പ്രൂവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് ey is equal to set of all natural numbers m such that y less than m. അതായത് yയെക്കാട്ടിലും വലുതായിട്ട് വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പറുടെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഇസ് ക്ലിയർലി എ സബ്സെറ്റ് ഓഫ് n. കൂടാതെ ഈ ey എന്ന സെറ്റ് നോൺ എംപ്റ്റിയുമാണ്. കാരണം നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ച് പറഞ്ഞിരുന്നു ഏത് റിയൽ നമ്പർ y എടുത്താലും, ഇവിടെ നമ്മൾ എടുത്ത റിയൽ നമ്പർ പോസിറ്റീവ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ n എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് y ലെസ് ദാൻ n. അതായത് y ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു n നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ, അതായത് y ലെസ് ദാൻ n സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യുടെ ഡെഫിനിഷൻ വെച്ച് പറയാം y ലെസ് ദാൻ n ആകുന്നതുകൊണ്ട് ഈ n യിലെ ഇലമെന്റ് ആയിരിക്കും. അതായത് ey നോൺ എംപ്റ്റി ആണ്. സോ ബൈ ദ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഫോർ ദിസ് y ഗ്രേറ്റർ ദാൻ 0, അതായത് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് y ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത്. സോ ആ പോസിറ്റീവ് yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാം there exists a natural number n such that y is less than n. അതുകൊണ്ട് ക്യാപിറ്റൽ യുടെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറയാം this n belongs to ey. കാരണം നമ്മൾ യിലെ ഇലമെന്റ്സ് എന്ന് പറഞ്ഞ yനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന നാച്ചുറൽ നമ്പറിന്റെ കളക്ഷനാണ്. അപ്പൊ ഇവിടെ നമുക്ക് yനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ n കിട്ടി. ദാറ്റ് മീൻസ് ey is നോൺ എംപ്റ്റി. ഇനി അടുത്ത ഭാഗം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് പറയാം. വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറയുന്ന ഇതാണ്. എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എസിലെ എല്ലാ എലിമെന്റ്സിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു നാച്ചുറൽ നമ്പർ m കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് there exists a natural number m such that m is less than or equal to k for every k belongs to s. അതായത് എസിലെ എല്ലാ നമ്പർ k എടുത്താലും അതിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ m കണ്ടെത്താൻ സാധിക്കും. ഇതാണ് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് n എന്ന് പറയുന്നത്. അതായത് എസിനകത്ത് ഒരു ലീസ്റ്റ് എലിമെന്റ് കാണും. അതായത് എസിനകത്ത് ഏറ്റവും ചെറിയ ഒരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ നാച്ചുറൽ നമ്പർ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റാണ് നമുക്ക് ഇവിടെ ey ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് ey. അതുകൊണ്ട് ഈ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് നമുക്ക് പറയാം യ്ക്കകത്ത് ഒരു ലീസ്റ്റ് ഇലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ യ്ക്കകത്ത് ഒരു ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ഉണ്ട്. ആ ലീസ്റ്റ് ഇലമെന്റിനെ നമുക്ക് ny എന്ന് വിളിക്കാം. സോ ny യുടെ ലീസ്റ്റ് ഇലമെന്റ് ആയതുകൊണ്ട് ny മൈനസ് 1 ഒരു കാരണവശാലും ey വരില്ല. കാരണം യിലെ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ny. അപ്പോൾ അതിലും ഒന്ന് കുറയുന്ന നാച്ചുറൽ നമ്പർ ഒരു കാരണവശാലും ey വരികയില്ല. സോ ny മൈനസ് 1
ഡസ് നോട്ട് ബിലോങ് ടു ഇ വൈ. എൻ വൈ മൈനസ് വൺ ഇ വൈയിൽ ഇല്ലാത്തതുകൊണ്ട് ഇ വൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എൻ വൈ മൈനസ് വൺ ഇ വൈയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല. നമുക്കറിയാം ഇ വൈയിലെ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വൈയേക്കാളും വലുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എൻ വൈ മൈനസ് വൺ നോട്ട് ആൻ എലിമെന്റ് ഓഫ് ഇ വൈ എന്ന് പറഞ്ഞാൽ എൻ വൈ മൈനസ് വൺ വൈയേക്കാളും ചെറുതായിട്ട് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് പറയാം. അതുകൊണ്ട് എൻ വൈ മൈനസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എൻ വൈ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ വൈ ആയിരുന്നെങ്കിൽ അത് ഇ വൈയിലെ എലിമെന്റ് ആയി പോയേനെ. സോ എൻ വൈ മൈനസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. കൂടാതെ നമ്മൾ കണ്ടു എൻ വൈ ബിലോങ്സ് ടു ഇ വൈ എന്നുള്ളത്. കാരണം എൻ വൈ ഇസ് ദ ലീസ്റ്റ് എലിമെന്റ് ഓഫ് ഇ വൈ ആണ്. സോ എൻ വൈ ബിലോങ്സ് ടു ഇ വൈ. എൻ വൈ ബിലോങ്സ് ടു ഇ വൈ എന്ന് പറഞ്ഞാൽ ഇ വൈയുടെ പ്രോപ്പർട്ടി എൻ വൈ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് വൈ ഇസ് ലെസ് ദാൻ എൻ വൈ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻഇക്വാലിറ്റി എ കിട്ടി, ഇവിടെ ഒരു ഇൻഇക്വാലിറ്റി ബി കിട്ടി. ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ വൈ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ എൻ വൈ എന്ന് കിട്ടും. ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിക്ക് 3 കൊറോളറി കണ്ടു. അപ്പോൾ കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുവാണെങ്കിൽ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ പ്രൂഫ് കൂടെ അവിടെ കാണണം. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം കൊറോളറിയുടെ പ്രൂഫ് എഴുതാൻ. അപ്പോൾ ഇത് 3 കൊറോളറിക്കും ബാധകമാണ്. കൂടാതെ ഈ കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റിനെയും ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയും നമ്മൾ സാധാരണയായി പറയാറുണ്ട്. അപ്പൊ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് പറയാം, പിന്നെ അതിന്റെ കൊറോളറിയുടെ സ്റ്റേറ്റ്മെന്റ് വേണേലും